Kerala's #1 builder group, Aeon Constructions. നിന്നോർമകൾ എന്നോട് കാര്യം ചൊല്ലിയൻ പാട്ടുകൾ നിൻ താളമേറ്റു പാടി ഈണം നീയോ താളം നീയോ എങ്ങോ പോകും തീരമേ നീയോ എങ്ങോ തീരം തേടിപ്പോകുന്നു ഇന്നെന്നോർമകൾ മൂളും കാലത്തിൻ നീണം നീയും ഞാനും കാറ്റും കടലും പോയി ഇന്നിന്നോർമകൾ മൂളും കാലത്തിൻ നീണം നീയും ഞാനും കാറ്റും കടലും എന്തോന്നടാ ഇത്? എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? എനിക്ക് കിട്ടണല്ലേ, ഞാൻ കറക്റ്റ് സെൻഡ് ചെയ്യുമല്ലോ. നിനക്കൊക്കെ എന്താ ഇങ്ങനെ? അത് ഉറങ്ങി പാടി. നീ ഒരു പറയണ്ട. നിനക്ക് ഞാനൊന്നും കണ്ടില്ല, ഉറങ്ങിപ്പോയി. എന്തോന്നടേ ഇത്? എല്ലാ ന്യൂ റിലീസ് കിട്ടുമ്പോൾ ഞാൻ നിനക്കൊക്കെ തരും. നിനക്ക് അവളത് കിട്ടിയപ്പോൾ എനിക്ക് തരാൻ വയ്യല്ലേ. നീ ഓരോ ഇതിലേക്ക് വരല്ലേ? സിനിമയ്ക്ക് വരും, നിനക്കൊക്കെ വേണ്ടിയല്ല. സണ്ണി ചേച്ചിക്ക് വേണ്ടി. നിന്റെ ലൈനൊക്കെ എങ്ങനെ പോകണ്ടേ? ആ, അങ്ങനെ പോകുന്നു. കുറേ ദിവസം ആയല്ലേ, എല്ലാം നടക്കൂ. അവള് നീ വിചാരിക്കുന്ന പോലത്തെ പെണ്ണല്ല. കണ്ടാ മതി. ഡേയ്, നിന്റെ ലൈൻ നിന്നെ തേച്ചെന്ന് പറഞ്ഞോണ്ട് എല്ലാരും അങ്ങനെ ആവണം. എന്തോന്ന് കാഷ്മ വാട്സപ്പിൽ ഫേമസ് ആയ എങ്ങനെ? നിന്നെ തേച്ചല്ല, പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട. എന്താ നിന്റെ അടുത്താ? ഏയ് വിട് വിട്, പറയടാ, ഇതൊക്കെ ഡെയിലി കേൾക്കണേ. നീ വണ്ടി കേട്ടു. പറയടാ, പറയടാ. എവിടെ പോണു നീ? പറഞ്ഞിട്ട് പോയാ
ഹലോ, നീ എന്തിനാടാ എന്നോട് ചോദിക്കാത്ത അവൾക്ക് മെസ്സേജ് ഒക്കെ അയക്കുന്നേ? ഞാനാ? എപ്പോ? നീ എന്തോന്നേ പറയണേ? 9020567143 ഇത് നിന്റെ നമ്പർ അല്ലേ? ഇതിൽ നിന്നാണ് മെസ്സേജ് വന്നത്. ഇതെന്റെ പഴയ നമ്പർ. കളഞ്ഞു പോയ കാര്യം നിനക്ക് അറിഞ്ഞൂടെ? കളഞ്ഞു പോയോ? എപ്പോ? നിനക്ക് അറിഞ്ഞൂടെ? അതല്ലേ ഞാൻ പുതിയ സിം എടുത്തത്. നീ എന്തോന്നറിയ എന്നെ തന്നെ സംശയിക്കണത്? അതല്ല. ഓ ശരി ശരി, നീ ആ നമ്പറിൽ വിളിച്ച് നോക്ക്, ഞാനും വിളിക്കാം. ഓ ശരി ശരി ശരി. നിന്നെ ഇപ്പൊ ജിമ്മിലൊന്നും കാണാനില്ലല്ലോ. ഓ തുടങ്ങി. അസൂയുണ്ടോ? പറഞ്ഞാ കളിക്കാൻ. പോയി കളിയടാ. കളിയടാ. വാട്സ്ആപ്പ് നമ്പർ സെവൻ 293131022 കോഡ്. വിട് വിട്, ഞാൻ നിൻ്റെയൊക്കെ പുതിയ കമ്പനിയിൽ അവൾക്കാണെങ്കിൽ എന്നെ ഇഷ്ടം. അതുകൊണ്ടാണ് അവൾ നമ്മളെ പിരിക്കാൻ നോക്കുന്നത്. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ എന്നടെ. അല്ലടാ, സീരിയസ് ആയിട്ടാ. സീരിയസാ? കോളേജിൽ പഠിക്കണ എല്ലാ പെമ്പിള്ളാർക്കും ലൈനുണ്ട്, അതുപോലെ തന്നെ നിനക്ക്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പെക്കോളും കേട്ടാ. അവൾ അങ്ങനെ അല്ലടാ, നിനക്കറിയാത്തോണ്ട്. ശരി, ഞാൻ തെളിയിച്ചു തരണ്ട. വെറും 3 ഫസ്റ്റ് മതി, അതിൽ ഞാൻ തെളിയിച്ചു തരണ്ട. ഒന്ന്, നീ ചോദിക്കുന്ന അവൾക്ക് മുമ്പ് വല്ല അഫെയറും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയും അഫെയറൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഒരുപാട് പ്രപ്പോസൽ വന്നിട്ടുണ്ട്, ഞാൻ ഒന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. 2, ഇത്രയും വർഷമായിട്ട് ഏതെങ്കിലും ഒരു പയ്യനായിട്ട് ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിക്കണം. 3, ആ പയ്യൻ എപ്പോഴെങ്കിലും അവളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിക്കണം. ഈ 3 കാര്യങ്ങൾക്കും അവളെ ന്യായീകരിച്ചേ സംസാരിക്കും. അവളെ വീട്ടിൽ വന്നിട്ടുണ്ട്, വീട്ടുകാർക്കറിയാം, ഫ്രണ്ടാണ് എന്നൊക്കെ. പക്ഷേ ഈ 3 കാര്യങ്ങൾ അവൾ മുമ്പ് നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഇതാണ് ആ പെണ്ണ്. നീ പറയുന്ന എല്ലാം യൂഷ്വലായിട്ട് എല്ലാ പെൺപിള്ളേരുടെ ലൈഫിലും കാണും. ഇത് വെച്ചെങ്ങനെയാ ഒരു പെണ്ണിനെ മോശമായിട്ട് കാണുക? യൂഷ്വലൊക്കെ തന്നെ, പക്ഷെ അവൻ്റെ കാര്യത്തിൽ ഇത് മതി. നിന്റെ ഉദ്ദേശം? അല്ലേലും അവൾക്ക് കാണാൻ കൊള്ളാമെന്ന് കുറച്ച് മോശമാണ്. ഞാൻ ഒരു മെസ്സേജ് അയച്ചപ്പം കുഴപ്പമില്ല, വാട്സപ്പിൽ വരും.
വിട് വിട്, നീ ചുമ്മാ ഡെസ്പാവാതെ. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ. എനിക്കിപ്പോഴും വിശ്വാസമായില്ലെങ്കിൽ നീ ഒരു കാര്യം കൂടെ ചോദിക്കും. നീ ഇതൊന്നും ചുമ്മാ ആലോചിക്കാതെ ഇതിൽ നിന്ന് ഒരെണ്ണം പിടിപ്പിക്കും, എല്ലാം മറക്കും. ഞാൻ അവളെ സീരിയസ് ആയിട്ടാണ് നോക്കിയത്. അവൾ നല്ലവളാണെന്നാണ് വിചാരിച്ചത്. അവൾക്ക് ഇതിനോടാണ് താല്പര്യമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് മതിയായി. കുറച്ച് ദിവസത്തേക്ക് എവിടേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കണം. ഇടാളിയാ, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ. പണക്കാരി പെൺപിള്ളാർക്ക് നമ്മളെ പോലെ ഉള്ളവരെയൊക്കെ ഒരുവിധം പാവകളാണ്. എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. ഇതൊക്കെ ഇങ്ങനെയാണ്. നീ ഒരു കാര്യം ചെയ്യും, ആ ഫോട്ടോ സെൻഡ് ചെയ്യും. ഇല്ലടാ, അതൊന്നും ശരിയാവൂല. ഞാനായിട്ട് ഇനി അവളുടെ ജീവിതം തകർക്കുന്നില്ല. ഇതാണ് കുഴപ്പം. നീ താടേ. വേണ്ടല്ലയാ. ഒരു കുഴപ്പവും ഇല്ല, നീ ഇങ്ങ് താടേ. കൊള്ളാല്ല. ലൈക്ക് ടു സെൻഡ്. The Airtel number you are trying to reach is currently not reachable. The Airtel number you are trying to reach is currently switched off. ഫാമിലി പ്രോബ്ലം. ഇതിനെവിടെന്നാ പൈസ? കൂടിയ ഫോണിനേക്കാൾ ഇതാണ് നല്ലത്. ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ചുമ്മാതൊന്നുമല്ല, ആഫ്റ്റർ മാരേജ് ഇതെല്ലാം ഞാൻ തിരിച്ചു വാങ്ങിക്കോളാം. ആ അറിയാമോ? ആ, കയറി വാടാ. ഇരിക്കെ. കാണാനില്ലല്ലോ. എടാ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പുതിയ കൂട്ടുകാരെ കിട്ടിയപ്പം നീയല്ലേ? അതല്ലടാ, കുറച്ച് തിരക്കിലായിപ്പോയി. എടാ നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം. നിൻ്റെ കൂടെ ആരും കാണില്ല എന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത്. ഇപ്പം ആരും ഇല്ലടാ, ഞാൻ ഒറ്റയ്ക്കായി. എടാ സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചു. ഇനി അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ എന്തായാലും പോവേണ്ടത് പോയി. ഇനി നീ വിഷമിക്കരുത്. ഞങ്ങളാരും നിന്നെ മറന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അത് അന്നായാലും ഇന്നായാലും. എടാ നീ ഇങ്ങനെ വിഷമിക്കാതെ. ഇവിടെ ഇരിക്കും തോറും നിനക്ക് പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും.
കരയാതടാ. വാ, നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോവാം. വാ. ബോസ്, ഈ കത്ത് നിന്റെ കൈകളിലെത്തുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടായിരിക്കുകയില്ല. വാട്സപ്പിലോ ഫേസ്ബുക്കിലോ മെസ്സേജ് ചെയ്താൽ നിനക്ക് ഫ്യൂച്ചറിൽ പ്രോബ്ലം ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ കത്ത്. ഇപ്പോഴും ലോകം മുഴുവൻ എന്നെ കാമത്തോടെ പിഴച്ചവളായി കാണുന്നു. നീ മാത്രം കാണേണ്ട എൻ്റെ ശരീരം ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എനിക്കിപ്പോഴും നിന്നെ വിശ്വാസമാണ്. നിന്റെ തെറ്റിദ്ധാരണയായിരിക്കാം നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. ഞാൻ മരിച്ചാലും നിനക്കൊരു പ്രശ്നം വരില്ല. ഇത്രയും മാസം ഞാൻ കാത്തിരുന്നത് നീ ഞാനുമായി ഒരു ബന്ധമില്ല എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കൂടിയായിരുന്നു. അത്രത്തോളം സ്നേഹിച്ചു പോയി ഞാൻ. പിന്നെ ഒരു വാക്കുപോലും കുറ്റം പറയാതെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ നിന്നതുകൊണ്ട് അതെനിക്ക് സഹായമായി. ഇനി വയ്യ അവരെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാം. ഒന്ന് ഓർക്കണം, ഞാൻ പിഴച്ചവളല്ല. നീ അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. വാനിൽ താരകമായി നീ എന്നിൽ തോരാതെ പെയ്യും മഴയായോരോ നിമിഷങ്ങൾ കനലാകുന്നു മെല്ലെ. ഏകനായി ഞാൻ നിന്നെ വെറുത്തിട്ടില്ല പ്രവീൺ, എനിക്കതിന് പറ്റില്ല. ഓരോ നിമിഷം കനലാകുന്നു മെല്ലെ എന്നിൽ. നീയുണരുമ്പോൾ രാവും പകലും തീരാനോവായി പിന്നിൽ മായ താരകമായി നീ എന്നിൽ എന്നും ഓർമ്മകളായി. നീയും ഞാനും കാറ്റും കടലും. ഓ ജെസ്സി, ജെസ്സി, ജെസ്സി. എൻ്റെ ഈ അവസ്ഥ ഒരു പെണ്ണിനും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്ന് നിന്റേത് മാത്രമായിരുന്നു ജെസ്സി. ജെസ്സി, ക്ഷമ ചോദിക്കാൻ എനിക്ക് അർഹതയില്ല. ഈ ലോകത്ത് നിന്റെ നിരപരാധിത്വം അറിയാവുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. ലോകം മുഴുവൻ നിന്നെ വെറുത്താലും എനിക്ക് നിന്നെ വെറുക്കാൻ കഴിയില്ല. പ്രണയം പങ്കുവെക്കുന്നത് ഒരു തെറ്റല്ല, പക്ഷെ അതിനായി തുറന്നു കാട്ടേണ്ടത് ശരീരമല്ല, മനസ്സായിരുന്നു. നിന്നെപ്പോലെ എത്രയോ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ജെസ്സി ഇത്തരത്തിൽ അവസാനിച്ചത്. അന്ന് നിന്നോട് ഫോട്ടോ ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സ്വന്തം അമ്മയോ സഹോദരിയോ കുറിച്ച് ഒരൊറ്റ തവണ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നീ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഒരല്പം മനസ്സാക്ഷിയും മൂല്യബോധമുള്ള മനസ്സുമുണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള ചിത്രങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യപ്പെടില്ലായിരുന്നു. രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നത് ഒരാളെ ചുംബിക്കാനും പെർഫ്യൂം ഉപയോഗിക്കുന്നത് ലൈംഗികതയ്ക്കും വേണ്ടിയാണെന്ന് കരുതുന്ന ഒരു ലോകത്താണ് ഞാനും നീയും ജീവിച്ചിരുന്നത്. നിന്നെപ്പോലുള്ള നിരപരാധികളുടെ ശരീരം കണ്ട് ആസ്വദിക്കുന്നവർക്കെല്ലാം ഒരു നാൾ നിന്റെ കണ്ണീരിന്റെ വില കൊടുക്കേണ്ടി വരും ജെസ്സി, വില കൊടുക്കേണ്ടി വരും ജെസ്സി.